ആദ്യമായിട്ടാ വേൾഡ് കപ്പിൽ ഇന്ത്യ കളിക്കാൻ ഒരു ചാൻസ് കിട്ടുന്നത്, അതും ബ്രസീലിൽ വെച്ചിട്ട്. ബ്രസീലിനെതിരായിട്ട് തന്നെ ഒരു കോച്ച് എന്ന നിലയ്ക്ക് അഭിമാനം തോന്നുക. പക്ഷെ എന്തുണ്ടായിട്ട് എന്താ കാര്യം, ഒരു കൂതറ ചങ്ങാതിന്റെ കളിക്കായി. ചാറ്റൊക്കെ കൊടുക്കുന്നേ ഒരു ബ്രസീലിയൻ ഗേൾ. ഞാൻ എന്റെ നമ്പർ എഴുതി ഇങ്ങനെ കുപ്പിയിലിട്ട് ഇങ്ങനെ എറിഞ്ഞെടുത്തോളൂ, വിളിക്കാറുണ്ട്. എന്തൊരു കഷ്ടടോ, നമ്മളെ നാട്ടിൽ അടിയേ കിട്ടുള്ളൂ, ഇവിടെ കൊന്നു തള്ളു. അങ്ങനെയൊന്നുമില്ല, ഇവിടെ ഉള്ള എവിടെയാണെങ്കിലും ഞാൻ നമ്പർ കൊടുത്താ വിളിക്കൂ. ഞാൻ നമ്പർ കൊടുത്താ എന്താക്കുകയാണ് ഇതെല്ലാം? മൂത്രയ്ക്കാനുള്ള സമയല്ലേ? ബ്രസീലിലോ? എന്താ ബ്രസീലുകാർ മൂത്രയ്ക്കൂല? എവിടെ നമ്മളെ പറമ്പ് കളിയല്ല. അങ്ങനെ നോക്കിട്ട് കാര്യമില്ല. സ്പ്രേ നോട്ടെ, സ്പ്രേ നോട്ടെ. നല്ല മസിൽ പിടിച്ചിട്ടുണ്ടല്ലേ? ഈ സ്പ്രേ അല്ല, ബോഡി സ്പ്രേ നോട്ടെ. ബോഡി സ്പ്രേയോ? ആ മണത്തിട്ടാന്ന് തോന്നുന്നു, ബോൾ പോലും എന്റെ അടുത്തേക്ക് വരുന്നില്ല കളിക്കുമ്പോ. എന്ത് കഷ്ടാ നോക്കണേ. അല്ല, ഒരു കണ്ണാടി ഉണ്ടല്ലോ, കണ്ണാടി തരി. എടോ എന്റെ വിചാരം എന്താടോ ഇത്? ഈ കണ്ണാടിനെ കൊണ്ട് ട്രിക്ക് ഉണ്ട്. എന്ത് ട്രിക്ക്? കളിന്റെ അടിക്കണ്ടല്ലോ, ഞാൻ ബ്രസീലെല്ലാം മൊത്തം ഇങ്ങനെ അടിച്ചു കൊടുക്കും. അപ്പൊ ഒരു ശ്രദ്ധ പോകുമ്പോൾ ഗോൾ അടിക്കും. വേറെ സാധനം ഉണ്ട്, ഇതുണ്ടോ? എന്താണ് ഇതിന്റെ ഉള്ളിൽ ബ്ലേഡ് ഉണ്ട്. എന്റെ അടുത്ത് വന്ന് ഞാൻ വരച്ചാളും. എന്റെ പിന്നെ നമുക്ക് ജയിക്കണ്ട, കളി ജയിക്കാൻ വേണ്ടിയുള്ള എല്ലാം എടുത്തേമുണ്ട്. എടോ ഈ കളികളൊക്കെ കളിച്ച് നടക്കുന്ന എനിക്ക് നല്ലപോലെ ഒന്ന് കളിച്ചൂടെ? അല്ല, എനിക്ക് എത്ര നല്ലൊരു ഓപ്പൺ ചാൻസാ കിട്ടിയത്. ജസ്റ്റ് ഒന്ന് ഹെഡ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് അത് ഗോളാക്കി. ഞാനോ ഈ മുടിന്റെ കളറൊക്കെ പോകുന്നതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചത് ഞാൻ. എന്ത് കഷ്ടം നോക്കണം. മാത്രമല്ല ഞാൻ അതങ്ങനെ ഗോൾ അടിച്ചില്ല, ആ ഗോളിന്റെ മുഖം കണ്ടങ്ങള്. ഞാനതങ്ങനെ അടിച്ചില്ല, അവന്റെ കുടുംബക്കാര് മൊത്തം കളി കാണാൻ വന്നിട്ടുണ്ട്. ഓൻ തകർന്നു പോയി, കരഞ്ഞില്ലാണ്ടായി പോയി. ഞാനത് ഗോൾ അടിച്ചില്ലേ. എന്തിനാ ഇപ്പൊ ബ്രസീലിലേക്ക് വന്നേ? എനിക്കൊരു ട്രിപ്പ് മൈൻഡ്. സർക്കാർ പൈസ കൊണ്ട്. നിങ്ങളെ പൈസ ഒന്നല്ലല്ലോ. എന്ത് കഷ്ടാണ് ഉടനെ നമിച്ച് ഞാൻ. അല്ല പിന്നെ ഞാനൊരു കാര്യം ചോദിക്കാന്ന് വെച്ചാ, ഈ എന്താണോ നെയ്മറിനെ ഇങ്ങനെ മുട്ടി മുട്ടി ഓടുന്നുണ്ടിനെ? ഞാൻ ഒരു നമ്പർ വയ്ക്കാൻ പോയതാ കളിയുടെ ഇടയിൽ കൂടി. നിങ്ങളല്ലേ പറഞ്ഞു അവനെ ബ്ലോക്ക് ചെയ്യേ? അയ്യോ എടോ, നമ്പർ വാങ്ങി വാട്സാപ്പിൽ ബ്ലോക്ക് ചെയ്യാനല്ല പറഞ്ഞേ, കളിന്റെ ഇടയിൽ നെയ്മറിനെ ബ്ലോക്ക് ചെയ്യാനാ പറഞ്ഞേ. എന്ത് കഷ്ടാന്നറിയോ? എടോ ഈ ഫുട്ബോൾ എന്നൊക്കെ പറയുന്ന സത്യസന്ധതയുള്ള ഒരു കളിയാണ്. സോറി കോച്ച്. എന്താണ് ഇതെന്താ? നെയ്മറിന്റെ കൈത്ത് കിടന്ന മാല. എടോ കളവ് കാണിക്കാൻ പാടില്ല ഈ കളിയിൽ. എന്ത്? നിങ്ങൾ അറിയാതെ നിങ്ങളെ ബാഗിൽ നിന്ന് 2 ഓർബിറ്റ് ഞാൻ കട്ട് തന്നു. ഓർബിറ്റോ? അയ്യോ അതിന്റെ ഷുഗറിന്റെ ഗുളികയാ. വെറുതെയാണ് ബ്രസീലിയൻ ഗേൾസിനെ കാണിക്കാൻ പഞ്ചാര കൂടുന്നത്. എടോ എന്റെ പുറത്തല്ല അടി ഇട്ടിരിക്കുന്നല്ലോ. അടിച്ചതല്ല, ചവിട്ടിയതാ, അതും ബൂട്ടിട്ട കാല് കൊണ്ട്. ആണ്ടവനോ സേഡ്സിയോ? കൊട്ടീനോ? പൊട്ടിയിട്ടൊന്നുമില്ല കേട്ടോ, ചവിതവ് മാത്രമേ ഉള്ളൂ. കൊട്ടീനോ ബ്രസീലിലെ 11ാം നമ്പർ പൊട്ടീനോ ചാടി ചവിട്ടിയതിന്റെ പുറത്ത്. പിന്നെ ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? ബ്രസീലിയൻ കോച്ചിന്റെ പേരെന്താ? സുണോക്കോ റുണോളോക്കോ. നിങ്ങളെ പേരെന്താ? ജാനു. ഇതുകൊണ്ട് നമ്മളെ കളി തൂക്കുന്നത്. ജാനു ഈ പേരായിട്ട് ഇവിടെ കളിക്കാൻ വന്നതാ. നിങ്ങളെ പേര് ജാനറ്റ്. എന്തിനാണ് പേര്? ഈ ഡൊണാൾഡ് ഡക്ക് പറയുന്ന അനുസരിക്കൂ ജാനറ്റ്. അങ്ങനെ പറയില്ലേ, ഡൊണാൾഡ് ഡക്ക് ഞാൻ ഇവിടെ എഴുതി കൊടുത്തതിന്റെ പേര്. അത് പറഞ്ഞാൽ മതി. താറാവിന്റെ പേരാണോ? അറിയാം, പക്ഷെ ആ പേര് മതി. വെള്ളം കുടിക്കുന്നു ബോസെ, നമ്മളെ മേലും വെള്ളമൊക്കെ ഉണ്ട്. നമ്മളെ ഡ്രിങ്കിങ് വാട്ടർ എടുക്ക്. ഡ്രിങ്കിങ് വാട്ടർ എന്താ? കഞ്ഞിവെള്ളം. ഇത് കുറച്ച് വറ്റിട്ടിരിക്കാം, അച്ചാറും കൂട്ടി കുറച്ച് കഞ്ഞി കുടിക്കട്ടെ. ഞാൻ മാറിയിട്ട് എന്തിനാ നാണം കെടുത്തണ? എങ്ങനെ നമുക്ക് നമ്മളെ നല്ല കാര്യങ്ങൾ ചെയ്താ പോരെ? എന്തോ ഒരു കഷ്ടം. തിന്ന് കയറ്റാ പോരാ, കുറച്ച് കളിക്കൊക്കെ വേണം. നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാൽ മതി. നിങ്ങളൊന്ന് ഗ്രൗണ്ടിലേക്ക് കളിച്ചു നോക്കി, അപ്പൊ അതിന്റെ ബുദ്ധിമുട്ട്. ഒരു കോച്ച് ഒരിക്കലും ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാറില്ല, അതായിരിക്കണം കോച്ച്. ചത്താലും കളിക്കാൻ അറിയില്ല എന്ന് സമ്മതിക്കരുത് കേട്ടോ. വാശി പിടിച്ച് നിന്നോളൂ ഇങ്ങനെ. അതല്ലടാ, സെക്കൻഡ് ഹാഫിൽ എനിക്ക് കളി ജയിക്കണമെങ്കിൽ ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. എന്താണ്? അതെന്തായത് ഈ നെയ്മർ ബോൾ മേലോട്ട് അടിക്കുമ്പോ ഈ സിസർ കട്ട് അടിക്കണം. ഞാൻ സിസറും കൂടെ എടുത്തിട്ട് വേണം നിന്റെ തലയിലാവാനത്. വന്ന് കയറിയപ്പോ തന്നെ സെക്യൂരിറ്റിനോട് പറഞ്ഞ കള്ളാന്നാ പറഞ്ഞേ. ഞാൻ ഉള്ള കളി കളിച്ചോളാം പ്ലീസ്. എടോ അതല്ല, ഈ ചാടി മറിഞ്ഞടിക്കണമെന്ന്. നേരെ നിന്നിട്ട് നമ്മളെ ടീമിലുള്ളവർക്ക് ബോൾ വരുന്നില്ല, എന്നിട്ട് ചാടി മറിഞ്ഞൊക്കെ ഞാൻ എന്റെ കളി കളിച്ചാ പോരെ? എന്തെങ്കിലും കാട്ടും. ഡിയർ ബോയ്സ്, സ്റ്റാർട്ടിംഗ് ഇൻ ദ പോയിന്റ് ദ ക്ലാസ്. ആറച്ചം പുറച്ച് നന്നായി കളിച്ചു. ഒരൊറ്റ ഒരു ഗോൾ ഒഴിവാക്കരുത്, മനസ്സിലായില്ല? അയ്യോ ചങ്ങായി കളി പോക്കുമല്ലോ. എടോ സെക്കൻഡ് ഹാഫിൽ കോർട്ട് മാറണോ? അങ്ങോട്ടാണ് കളിക്കേണ്ടത്. കളിക്കുക പറയേണ്ടത് എനിക്ക് അറിയാനില്ല. നെയ്മർ ഒരു സെൽഫി തരണട്ടെ ഈ പോകുമ്പോ. ഈ കളി ഇങ്ങനെ ആവേശം പിടിച്ചു വരുമ്പോ എന്തിനാ കളി നിർത്തിച്ചേ? എടോ ഹാൻഡ് ബോൾ ആണ്. ചീറ്റിംഗ്. ഇന്നലെ വരെ എന്നോട് പറഞ്ഞത് ഫുട്ബോൾ എന്നാ, ഇപ്പൊ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് പറയാം ഹാൻഡ് ബോൾ എന്നല്ലേ? എടോ അതല്ല, ഫുട്ബോൾ കൈ തട്ടിയത് ഹാൻഡ് ബോൾ ആണ്. നമുക്ക് പെനാൽറ്റി, അത് അടിക്കേണ്ടത് നീയാണ്. കളിയില് ഞാൻ അടിക്കല്ലേ? അടിച്ചെന്തേ ജയിക്കൂ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഗോൾ അടിക്കുമ്പോ വളരെ ശ്രദ്ധിക്കുക. നിന്നിൽ മാത്രമാണ് ഇന്ത്യക്കാർ മുഴുവൻ പ്രതീക്ഷ വെച്ചിരിക്കുന്നത്. കൂളാവുക, ഇതിനാരൊന്നും പറയില്ല, ശ്രദ്ധിച്ചു നിൽക്കുക. ഇന്ത്യയിലെ 36 കോടി ജനങ്ങൾ നിന്നെ മാത്രം പ്രതീക്ഷിച്ച് നിൽക്കുക. ഗോൾ അടിച്ചിട്ടില്ലെങ്കിൽ വീട്ടിൽ പോകാൻ പറ്റൂല. നിർത്താ നീ.
അല്ല അവിടെ സഹിക്കാൻ ഇവിടെ വന്ന് കളിക്കുന്നത് ഇവിടെ വന്ന് അവിടെ കിടത്ത് കയറ്റി ഒന്ന് കിച്ചും മിണ്ടാണ്ട് നിൽക്കണം അല്ലെങ്കിൽ നിങ്ങൾ അടങ്ങി നിൽക്കണം നാളെ ഞാൻ അടിക്കോളൂ ഞാൻ അടിക്കട്ടെ അല്ല മറ്റേ ഏത് ഇന്ത്യയിൽ 36 കോടി ജനങ്ങളുടെ എന്ന് പറഞ്ഞ സത്യം ആണോ? എന്തെങ്കിലും ഒന്ന് കുറയോ എന്തെങ്കിലും ഒന്ന് കുറയോ ഇത് അടിച്ചില്ലെങ്കിൽ ഒന്നും പറയും ആണല്ലേ എന്നാ അടിച്ചോളാം ഞാൻ മൂപ്പരോടൊന്ന് മാറാൻ പറയും അത് ഗോളിയാടോ ആണേ മൂപ്പരോടൊന്ന് മാറാൻ പറയോ ഇത് റഫറിയാണ് എല്ലാരും കൂടെ നിന്നത് എങ്ങനെ അടിക്കുന്നത് ഞാൻ പേര് വിളിച്ച് പറയല്ലേ ഞാൻ അടിച്ചോളത് ഓക്കെ ഈ പെനാൽറ്റി നമ്മൾ ഗോൾ അടിക്കും ഓക്കെ ശ്രദ്ധിക്കണം എടുത്ത് നോക്കണം എവിടെ നോക്കാൻ മുന്നിൽ മാറി ഇത് ഞാൻ അടിക്കേണ്ടത് അടിക്കാം അടിക്കോളൂ പ്രിയ കാൽപന്ത് പ്രേമികളെ നിങ്ങളിത് കാണണ്ട മിണ്ടാണെന്നൊന്നല്ല എന്നെ ഇവിടെ കാണൂല മിണ്ടോ നിങ്ങളെ പ്രശ്നം എന്താണ് ഞാൻ ഗോളടിച്ച് എന്ത് ഗോളടിച്ച് കോച്ച് ഗോളടിച്ചിട്ട് ഏതെങ്കിലും ടീം ജയിച്ച ചരിത്രം ഉണ്ടോ ഇല്ല നമ്മളെ ടീമിലെ വേൾഡ് കപ്പ് ഒന്ന് ബാൻ ചെയ്ത് ഇന്ത്യനെ നമ്മളോട് വീട്ടിൽ പോയിക്കോളാൻ പറഞ്ഞ എല്ലാവരോടും കൂടി നമ്മളെ ടീമിലെ ബാക്കി 9 കളിക്കാർ ഒരു പറഞ്ഞു വിടാ വീട്ടിലേക്ക് നമ്മള് രണ്ടാളും ഇവിടെ നിന്ന് മൊത്തം പട്ടിപ്പണി എടുത്തിട്ട് പോയാൽ മതി എന്നാ പറഞ്ഞേ അല്ലടോ അപ്പൊ എനിക്ക് ഈ പണിയൊക്കെ അറിയോ ഞാനല്ല പണിയെടുക്കേണ്ടത് നിങ്ങളാ പണിയെടുക്കുന്നത് നിങ്ങൾ പണിയെടുക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി തന്നെ ഇവിടെ നിർത്തിയത് അയ്യോ അപ്പൊ ഞങ്ങളെ പേര് കറക്റ്റ് ആയത് എന്ത് വേലക്കാരി ജാനു അപ്പൊ എന്ത് ചെയ്യൂ ഞാൻ ഷുഗറിന്റെ ഗുളിക തന്നിട്ടുണ്ടല്ലോ ഞാൻ കുപ്പിയിലാക്കി സാധനം വിട്ടു കൊടുക്കൂലേ